എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കമുങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ജമാഅത്ത് കേരള അമീർ പി മുജീബ് റഹ്മാൻ കുടുംബസമേതമെത്തി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. രാവിലെ 8:30 അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ കൂറ്റമ്പാറ AKMMLP സ്കൂളിൽ 1-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിന്റെ ബഹുസ്വരതയ്ക്ക് ആഘാതമേൽപ്പിക്കുന്ന അധികാര രാഷ്ട്രീയത്തെ മാത്രം മുൻനിർത്തി ഇസ്ലാമോഫിയ മറയാക്കി വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം കേരളത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് തന്നെ മുന്നോട്ട് വെച്ചു എന്നതാണ് അപകടകരമായ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രവണതയെന്നും പ്രബുദ്ധ കേരളം തിരിച്ചറിയുകയും തിരുത്തുകുറിക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നും ജമാഅത്തെ കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ മത സാമൂഹിക ജനവിഭാഗങ്ങളും ഏകോദര സഹോദരങ്ങളായി കഴിഞ്ഞുകൂടുന്നൊരു സംസ്ഥാനമാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൽ ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് ആഘാതമേൽപ്പിക്കുന്ന അധികാര രാഷ്ട്രീയത്തെ മാത്രം മുൻനിർത്തി ഇസ്ലാമോഫോബിയെ മറയാക്കി വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം കേരളത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് അപകടകരമായ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രവണത. തീർച്ചയായിട്ടും പ്രബുദ്ധ കേരളം അതിനെ തിരിച്ചറിയുകയും ശക്തമായി തിരുത്തുകുറിക്കുകയും ചെയ്യുന്ന ഒരു ഇലക്ഷനായിരിക്കും ഈ ഇലക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുമായി ചർച്ചയിൽ നിങ്ങൾ വർഗീയവാദികളാണ്, സാമൂഹ്യ വിരുദ്ധരാണെന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞുവെന്നാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ ഇലക്ഷൻ്റെ സന്ദർഭത്തിൽ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു കമൻ്റ് കൊണ്ട് തീരുന്നതല്ല. അതിനോട് നമ്മൾ വിശദമായി തന്നെ നമ്മളതിനെ അഭിമുഖീകരിക്കും. തീർച്ചയായിട്ടും ഒരു പ്രസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ലല്ലോ. മത്സരിക്കാത്തൊരു ജമാഅത്ത് ഇസ്ലാമി പ്രശ്നവൽക്കരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നും അതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്തായിരുന്നു എന്നും മലയാളികൾക്ക് നന്നായിട്ടറിയാം. അത് തെരഞ്ഞെടുപ്പിലും ഫലത്തെയും ബാധിക്കും, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഫലത്തോടു കൂടി അതിൽ വ്യക്തമാകും. കേരളീയ സമൂഹം അതിനെ തിരിച്ചറിയും. കേരളം വളരെ പ്രബുദ്ധമാണ്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.